ഇപ്പോൾ ഡെൻസൽ വാഷിങ്ടൺ ഒരു ഉഗ്രൻ ആക്ടറാണ്. അയാളുടെ മൂവീസിൽ ഒന്നാണ് ഈക്വലൈസർ. കണ്ടിട്ടുണ്ടോ ഈക്വലൈസർ? പാർട്ട് 1 ഓർമ്മയുണ്ടോ? സിനിമ കണ്ടതാ, ഞാൻ ഏറെക്കുറെ പക്ഷെ മറന്നു. അതിനകത്തൊരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതും ഒരു പെൺകുട്ടി ബേസിക്കലി ഒരു ബാറിൽ വെച്ച് ഇയാളെ പരിചയപ്പെടുന്നതും ആ പെൺകുട്ടിയെ കുറച്ച് ആൾക്കാർ ചേർന്ന് റേപ്പ് ചെയ്യുന്നതും ആ പെൺകുട്ടിയുടെ അതിന് പകരം വീട്ടാൻ പോകുന്നതുമാണ് ആ സ്റ്റോറി ലൈൻ. ഓർമ്മയുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു. ഇനി മഹാരാജ എന്ന് പറയുന്ന സേതുപതിയുടെ പടം കാണണം. ഇത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കണം. കണക്ട് ചെയ്യാൻ നോക്കണം. ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് അത് ആ ഡയറക്ടർ വിളിച്ച് നമ്മളെ ചീത്ത വിളിക്കാൻ പാടില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയ്ക്ക് ഇന്നുവരാരും അത് റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് ഈക്വലൈസറിൻ്റെ റെഫറൻസ് അതിൽ ഫീൽ ചെയ്തു. ഈക്വലൈസർ പാർട്ട് 1 അതിനകത്ത് ക്ലോക്ക് നോക്കിയിട്ടാണ് ടൈം സെറ്റ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അതേപോലെയാണ് സേതുപതി ഇതിനകത്ത് ഫൈറ്റ് ചെയ്യുന്ന സ്പീഡും കാര്യങ്ങളും കുറച്ച് ശക്തിവാനായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. ഒരു സ്പെഷ്യൽ ആറ്റിറ്റ്യൂഡാണ്. അദ്ദേഹം അതിനകത്ത് ഒരുപാട് സംസാരിക്കില്ല, ഇദ്ദേഹം അതിനകത്ത് സംസാരിക്കില്ല. അതിനകത്ത് ഒരു വഴിയിൽ വെച്ച് കാണുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതാണ്, പിന്നെ അതിന് പ്രതികാരം ചെയ്യുന്നത്. ഇതിനകത്ത് സ്വന്തം മോൾക്ക് അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും റെഫറൻസിൽ എന്തുമാത്രം നല്ല സ്ക്രിപ്റ്റുകൾ ഉണ്ടാവുന്നു. മഹാരാജ ഇസ് വൺ വണ്ടർഫുൾ മൂവി. ഞങ്ങൾ 2 പ്രാവശ്യം കണ്ടതാണ്.